ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഞാൻ വണ്ടർ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ലൈക്ക് ഒരു കമ്പനി തന്നെ നമുക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ലൈക്ക് അത് ഈ പറഞ്ഞ പോലെ പല കൈൻഡ് ഓഫ് ആൾക്കാരാണ് അല്ലേ, പല കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഇഷ്യൂസ് ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ പല 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 ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അറ്റ് എ ടൈം നിങ്ങൾ ഇത്രയും കമ്പനീസ് ഇവിടെ റൺ ചെയ്തുകൊണ്ട് പോവുക, അതും വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് ഹ്യൂജ് അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി ദ ടീം ഈസ് ഡെഡിക്കേറ്റഡ് ടു ഇറ്റ്. എന്നുവെച്ചാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും ഇവിടുത്തെ ഓരോ കമ്പനിയിലെയും അവരുടെ എംപ്ലോയീസ് ആണെന്നുള്ള രീതിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം അത്രയും ഹെൽപ്ഫുൾ ആയിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഓരോ എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റ് എവിടുന്നെങ്കിലും ഒരു ക്ലയൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും മിനിമം ടൈമിൽ ചെയ്തു കൊടുക്കുക. അതിലാണ് നമ്മുടെ ഒരു വിജയം എന്നിരിക്കുന്നത്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അവരിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി യെസ്. 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ by 2022 everybody knew Collective Co-works because we were doing events and ഈ പറഞ്ഞ നമ്മുടെ ഈ കൊക്കോ സോഷ്യൽസ് നടത്തിയ ഒരു നെക്സ്റ്റ് ഡേ തന്നെ ചിലപ്പോൾ ഒരു 20 സീറ്റൊക്കെ നമ്മൾ വിറ്റിട്ടുണ്ട്. നമ്മൾ ഇനിഷ്യലി ആ ഒരു കൊക്കോ പാർട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ നോട്ടിലാണ് നമ്മൾ ആ പാർട്ടി വെച്ചിരുന്നത്. ആ പാർട്ടി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ അറൗണ്ട് 20 സീറ്റ്സ് നമ്മൾ സെല് ചെയ്തു. അപ്പം ആൾക്കാർക്ക് ആ ഒരു ഫീലിംഗ്, അതായത് റെഗുലർ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് അല്ല, എനിക്ക് തോന്നുന്നു സംതിങ് മോർ ദാൻ റെഗുലർ വർക്ക് സ്പേസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ഡിമാൻഡ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു ലൊക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. അത് ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. ബിക്കോസ് നമ്മുടെ ഒരു USP തന്നെയാണ് ആ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫോ പാർക്കിന് നേരെ ഓപ്പോസിറ്റ് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ളൊരു കോംപ്ലക്സ് ആണിത്. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണ്. സോ ബേസിക്കലി എല്ലാ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സും ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഇപ്പോൾ രാവിലെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് വാലേ സർവീസസ് ഉണ്ട് കേട്ടോ. അപ്പം വാലേ സർവീസ് എടുത്ത് വണ്ടി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് നിങ്ങൾ തിരിച്ചു പോകുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്പേസിനകത്ത് തന്നെ നടക്കും. ബാങ്കിങ് ആയിക്കോട്ടെ, ജിം ആയിക്കോട്ടെ, നമ്മുടെ സലോൺ ആയിക്കോട്ടെ, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ. സോ ഇതെല്ലാം ഈ ഒരു സ്പേസിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇൻഫോ പാർക്കിൻ്റെ അഡ്രസ്സും ഓപ്പോസിറ്റ് ഇൻഫോ പാർക്ക് എന്നാണ് നമ്മുടെ അഡ്രസ്സ്. എന്താണ് നമുക്കിപ്പോൾ അനന്തുവിൻ്റെ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഗോൾ എന്ന് പറയുന്നത്? ദ ഐഡിയ ഈസ് 2026 ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 3000 സീറ്റ്സ് പ്ലസ് ആവണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഗോൾ. ഞങ്ങൾ 3 പാർട്ട്നേഴ്സിന്റെ ഒരു ഐഡിയ ബേസിക്കലി ഇതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3000 സീറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം. ഈ പ്രോജക്റ്റിൽ തന്നെയാണോ? അതെ, കളക്റ്റീവ് കോവർക്സ്. കളക്റ്റീവ് കോവർസ് തന്നെ, പക്ഷേ ചിലപ്പോൾ അതിന്റെ മോഡൽസ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ലൊക്കേഷൻ അനുസരിച്ചിട്ടിരിക്കും. ഇപ്പം പിന്നെ ക്ലയന്റൽ ബേസും. സോ ഇപ്പൊ സ്റ്റാർട്ടപ്സിനാണെങ്കിൽ ഇതുപോലെ ചെറിയ സ്പേസസ് മതി, ചെറിയ ക്യാബിൻസ് ആയിരിക്കും വേണ്ടത്. നമ്മൾ മാനേജ്ഡ് ഓഫീസ് സ്പേസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ചെയ്യാറുണ്ട്. സോ ഇപ്പൊ ഒരു സിംഗിൾ ക്ലയന്റിന് ഒരു ഫുൾ സ്പേസ് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, പക്ഷേ ഈ പറഞ്ഞ എല്ലാ സർവീസസും നമ്മളായിരിക്കും ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ ഹൗസ് കീപ്പിംഗ്, സെക്യൂരിറ്റി, മെയിൻ്റെനൻസ്, അങ്ങനത്തെ എല്ലാ പരിപാടികളും നമ്മൾ തന്നെ ചെയ്യും. പക്ഷേ അവർക്ക് നമ്മൾ ബില്ല് ചെയ്യുന്നത് ഈ പറഞ്ഞ ഫുൾ സ്പേസിന് വേണ്ടിയിട്ട്, ഫുൾ എമ്യൂണിറ്റീസോട് കൂടിയായിരിക്കും. സോ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 200-300 പേർക്കുള്ള ഒരു സ്പേസ് വേണമെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും വിത്ത് എ കമ്മിറ്റ്മെന്റ്. ഒബ്വിയസ്ലി ഒരു ടൈം ഫ്രെയിം കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും, ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ടായിരിക്കും അവരുടെ സ്പെസിഫിക്കേഷനിൽ തന്നെ ചെയ്യുവാണെങ്കിൽ. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു വർക്കിംഗ് സ്പേസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ മാത്രമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡീഷണലി നമുക്ക് ലൈക്ക് ഇപ്പം നമ്മൾ ഈ ഒരു വിഷ്വൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ആൾക്കാരെന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, അത്തരം ഷൂട്ടിംഗ് സ്പേസ് ആയിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടോ ഇവിടെ? യെസ്, നമ്മളിവിടെ ഷൂട്ടിംഗ് സ്പേസ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു ഫുൾ ഡേ ഷൂട്ടിനോ അല്ലെങ്കിൽ 2 ഡേ ഷൂട്ടിനൊക്കെ നമ്മൾ വീക്കെൻഡിൽ കൊടുക്കാറുണ്ട്. നമ്മുടെ ഈ സ്പേസിൽ നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമകളുണ്ട്, ആഡ്സ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ട്രെയിനിങ് സെഷൻസിന് വേണ്ടി നമ്മുടെ സ്പേസുകൾ വിട്ടു കൊടുക്കാറുണ്ട്. കോൺഫറൻസ് റൂം ആവാം, അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ലോഞ്ച് ഏരിയ ആയിരിക്കാം, ആംഫി തിയേറ്റർ ആയിരിക്കാം. ആ ഏരിയയിൽ നമ്മൾ ഇങ്ങനെ ഓരോ ചെറിയ ട്രെയിനിങ്സോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദേഴ്സിനോ ഒക്കെ കൊടുക്കാറുണ്ട്. ഇത്തരം ഫിലിം ഷൂട്ട്സും മറ്റു കാര്യങ്ങളും വരുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ വലിയ MNCസും അല്ലെങ്കിൽ മറ്റ് കോർപ്പറേറ്റ് കമ്പനീസും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും? സോ ഫസ്റ്റ്ലി ഇത് വർക്ക് സ്പേസ് എന്നുള്ളതാണ് പ്രൈമറി കോൺസെപ്റ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ അത് കീപ്പ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ അഡീഷണൽ സർവീസസിന് കൊടുക്കുന്നത്. സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് ഷൂട്ടൊക്കെ. നമ്മൾ അതുപോലെ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങൾ, അതായത് എസ്പെഷ്യലി സൺഡേസ് ആണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പം തന്നെ പുതിയ ജനറേഷനിലൊക്കെ ഉള്ള ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഒക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ കോക്കോ പോലൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു കോവർക്കിംഗ് സ്പേസ് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു ബെനിഫിറ്റ് എന്തായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം? ഒരു പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു പുതിയൊരു സംഭവം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയേഷൻ ടൈമിൽ തന്നെ നമ്മൾ ആദ്യമേ പോയി ഒരു ചെറിയൊരു ഓഫീസ് സ്പേസ് എടുത്ത് അതിന് നമ്മൾ ഡെപ്പോസിറ്റ് കൊടുത്ത് അത് ഫുൾ ഫർണിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അതിൻ്റെ ഒരു പകുതി ഇൻവെസ്റ്റ്മെൻറ്റ് പോലും വരില്ല നിങ്ങൾക്കൊരു സ്പേസ് എടുക്കാനായിട്ട്. ആ ഒരു ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ ചെയറിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം മതി.
ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 5 പേരുള്ള ഒരു കമ്പനിയെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ 5 പേർക്കുള്ള സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഫോ പാർക്ക് ഏരിയയിൽ 5 പേർക്ക് ഇരിക്കാനായിട്ട് ഒരു റൂം നിങ്ങൾ പണിയണമെങ്കിൽ അത്യാവശ്യം ലക്ഷങ്ങൾ നിങ്ങൾ അതിനു വേണ്ടി മുടക്കേണ്ടി വരും. അതെ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബിസിനസ് വളർന്നു, ഈ 5 പേർക്കല്ലാതെ 10 പേരായി. 10 പേരായപ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 5 പേരിരുന്ന സ്പേസിൽ നിങ്ങൾക്ക് 10 പേരെ ഇരുത്താൻ പറ്റില്ല. വീണ്ടും ഇതേ എക്സസൈസ് തന്നെ വീണ്ടും നിങ്ങൾ ചെയ്യണം. കുറച്ചുകൂടി വലിയ സ്പേസ് എടുത്ത് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റ് കൂട്ടി നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇനിഷ്യലി ഈ പറയുന്ന ഒരു 1.5-2 വർഷം അല്ലെങ്കിൽ 3 വർഷം ടൈം നിങ്ങൾ ഇതുപോലെ ഒരു കോവർക്കിംഗ് സ്പേസിലോ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ മോഡലിൽ ഇരിക്കുന്ന സ്പേസുകൾ നോക്കുക. അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇനി അഥവാ ഗോഡ് ഫോർബിഡ് നിങ്ങളുടെ ബിസിനസ് വളർന്നില്ല, ഷട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്ക് ആ ലോസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ഈ ഒരു കോവർക്കിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നിങ്ങളൊരു 100 അല്ലെങ്കിൽ 300 സീറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി കോവർക്കിങ്ങിനേക്കാളും അഡ്വാൻറ്റേജ് നിങ്ങളുടെ ഓൺ സ്പേസ് ആയിരിക്കും. പക്ഷെ അതുവരെ എപ്പോഴും ഈ പറഞ്ഞ ഒരു ഫ്ലെക്സിബിൾ മോഡലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഹൈബ്രിഡ് മോഡൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരിക്കും എപ്പോഴും നല്ലത്. അതായത് ഒരു വലിയൊരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സേവ് ചെയ്യണം അല്ലേ? ആ ഇൻവെസ്റ്റ്മെന്റ് മേ ബി അവർക്ക് അവരുടെ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് സൈഡിൽ കൊടുക്കാം. അപ്പൊ അതുപോലെ നല്ലൊരു ആളെ നിങ്ങൾക്ക് ഹയർ ചെയ്യാൻ പറ്റും. ഇനിഷ്യലി നമ്മൾ വെറുതെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് നിങ്ങൾ അത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു 5 പേരുടെ ഓഫീസ് നിങ്ങൾ പണിത് കഴിഞ്ഞാൽ നിങ്ങൾ 5 പേരെ മാത്രമേ നിങ്ങൾ കാണുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ബാക്കി ഈ പറഞ്ഞ പോലെ 300-നകത്ത് ഈ 295 ആൾക്കാർ വേറെ ഉണ്ട് നിങ്ങൾക്ക് കാണാനായിട്ടും സംസാരിക്കാനായിട്ടും പല ഐഡിയാസ് ഷെയർ ചെയ്യാനായിട്ടും. അപ്പൊ അങ്ങനെ ഒരു എക്കോസിസ്റ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതെ, ഒരു കോർപ്പറേറ്റ് ഒരു വലിയൊരു കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന പല കമ്പനികളും ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ലൈക്ക് അവർക്ക് തന്നെ ക്ലയൻസ് ആവാം അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഉറപ്പായിട്ടും ഞങ്ങൾ അങ്ങനെ ഒരു ഫെസിലിറ്റേഷൻ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. സ്പോട്ട്ലൈറ്റ് തേഴ്സ്ഡേ എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട് കളക്റ്റീവ് കോവർക്സിന്. അത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒരു തേഴ്സ്ഡേ അവരെ സ്പോട്ട്ലൈറ്റ് ഇടും. സോ അവർക്ക് എന്തെങ്കിലും അവരുടെ ബിസിനസിനെ പറ്റി അവർക്ക് സംസാരിക്കാം. അവരുടെ ഒരു ഹെഡായിരിക്കും വന്ന് സംസാരിക്കുന്നത്. എന്തെങ്കിലും ഹയറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അവർ അതിനെപ്പറ്റി പറയും. ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലയന്റിനെ അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് പറയും പബ്ലിക്കലി. അപ്പം അത്രയും ആൾക്കാർക്ക് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് ശരി. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇപ്പൊ പല ടൈപ്പിലുള്ള ബിസിനസ്സുകളുണ്ട്. ഇപ്പൊ ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതല്ലാതെ MNCs ഉണ്ട്. അപ്പൊ അവരുടെ എല്ലാ സർവീസസ് ചിലപ്പം ഈ പറഞ്ഞ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യപ്പെടും. എടുത്ത് പറയത്തക്ക രീതിയിൽ എന്തൊക്കെ സെക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്? എല്ലാം പറയാൻ പറ്റില്ല. ഐ നോ ലൈക്ക് 300 കമ്പനീസ് ഇവിടെ വർക്കിംഗ് ആയിരിക്കാം മേ ബി. സോ ഏതൊക്കെയാണ് ഒരു മെയിൻ സെക്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്? സോ IT ആണ് നമ്മുടെ ഒരു മേജർ ക്ലയൻസ് എല്ലാം. IT റിലേറ്റഡ് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ആ ഒരു ബാക്ക് ആൻഡ് വർക്കിൽ ചെയ്യുന്നവരാണ് കൂടുതലും. പിന്നെ ഇപ്പം നമ്മുടെ ഇപ്പം OYO ഉണ്ട്. OYOയുടെ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ഹെഡാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ EYയുടെ ഉണ്ട്. അതും ഇതുപോലെ ബാക്ക് ആൻഡ് സർവീസസ് ഒക്കെയാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്. ആർക്കിടെക്ട്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സിനിമാക്കാരുണ്ട്, ഇവന്റ്സുകാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു വെർച്വൽ ഓഫീസ് എടുത്ത ആൾക്കാരും ഉണ്ട്. സോ അവരെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഇവന്റ് വരുമ്പോഴത്തേക്ക് ഇവരെ എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്ക് ആൻഡ് വർക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റോ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻഗേജ്മെന്റോ വേണമെങ്കിൽ അതുണ്ട്. മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് മാർക്കറ്റിംഗ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ഈ ഒരു എക്കോസിസ്റ്റത്തിനകത്തും തന്നെ കിട്ടും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞങ്ങളുടെ ഒരു പ്രീമിയം പ്രൈസിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ക്ലയൻസ് എല്ലാം നല്ല അത്യാവശ്യം പ്രീമിയം ക്ലയൻസ് ആണ്. സ്റ്റാർട്ടപ്സിലാണെങ്കിൽ നമ്മൾ പ്രീമിയം സ്റ്റാർട്ടപ്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് ഈ ഒരു എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അടുത്ത നമ്മുടെ കോക്കോ സോഷ്യൽസ് എപ്പോഴാണ്? ശരിക്കും നമ്മളും വെയിറ്റിംഗ് ആണ്. ഈ കേൾക്കുമ്പോൾ നമുക്കും ശരിക്കും അത് കാണണം. കോക്കോ സോഷ്യൽസ് ഉടനെ തന്നെ ഉണ്ടാവും. നമ്മൾ ഓപ്പൺ മൈക്ക് സെഷൻസ് വെക്കാറുണ്ട്. ഇവിടുത്തെ ക്ലയൻസിന് തന്നെ അവരുടെ ടാലൻസ് പബ്ലിക്ലി പുറത്തെടുക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ അതും എല്ലാം വരും, ഉടനെ വരും. ഈ എല്ലാ കമ്പനീസിന്റെയും ഇൻവോൾവ്മെന്റ് അതിലുണ്ടാവും അല്ലേ? നല്ല ശതമാനം ആൾക്കാരും ഉണ്ടാവും. ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതായത് നമ്മൾ ഒരു പരിപാടി അനൗൺസ് ചെയ്താൽ മാത്രം മതി. ബാക്ക് ആൻഡ് വർക്ക് എല്ലാവരും ഇതുപോലെ ഒരു കളക്റ്റീവായിട്ട് എല്ലാവരും ഒരുമിച്ച് പേര് പിന്നെയും അന്വർത്ഥമാക്കുന്ന രീതിയിൽ കളക്റ്റീവ്. സത്യം. അപ്പൊ അതുപോലെ തന്നെ അവര് തന്നെ മുൻകൈ എടുത്ത് എല്ലാ പരിപാടിയും അങ്ങ് നടന്നു പോകും.